ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തളപതി വിജയുടെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇതല്ല കേട്ടാ, ഇത് വെങ്കട് പ്രഭുണ്ണൻ്റെ അപരാധം കോട്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ തഗ് ലൈഫ് റിലീസായി. അതിന് ഏത് രീതിയിലുള്ള റിവ്യൂസ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതിനുശേഷമല്ല തഗ് ലൈഫും കൂടി ആയപ്പോഴത്തേക്കും തമിഴിലെ എല്ലാ ടോപ്പ് സ്റ്റാർസിൻ്റെ സിനിമകളും വിജയുടെ ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റിലീസായിട്ടുണ്ട്. റിലീസായതിനു ശേഷം എന്താണ് സംഭവിച്ചേക്കുന്നത്? ചിലതിനൊക്കെ മിക്സഡ് റെസ്പോൺസ് വന്നു, ചിലതിന് നെഗറ്റീവ് റെസ്പോൺസ് വന്നു, ചിലതിന് പോസിറ്റീവ് വന്നു, ചിലതിന് ഡിസാസ്റ്റർ റെസ്പോൺസ് വന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു സിനിമയും ഗോട്ട് എന്ന് പറയുന്ന വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ വിജയ് നായകനായിട്ട് വന്ന സിനിമയുടെ കളക്ഷൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. ആ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും അല്ലായിരുന്നു. പല സ്ഥലത്തും അപരാധം റിവ്യൂസ് ആയിരുന്നു. എന്നിട്ട് അന്ന് 450 കോടിക്കടുത്താണ് കളക്ഷൻ ഇട്ടത്. അതിനുശേഷം ഒരുപാട് നടന്മാരുടെ ഒരുപാട് സിനിമകൾ വമ്പൻ ഹൈപ്പിൽ വന്നപ്പോഴത്തേക്കും ഇവന്മാരുടെയൊക്കെ ഫാൻസ്, പ്രത്യേകിച്ച് തളപതി ഹേറ്റേഴ്സ് പറഞ്ഞു, ഈ പടങ്ങളൊക്കെ വരാൻ നേരത്ത് ഗോട്ടിനെയല്ല ലിയോനെ പോലും ഞങ്ങൾ തൂക്കിയടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് നമ്മൾ ഒരു തൂക്കിയടിയും ഇതുവരെ കണ്ടിട്ടില്ല. അതിൽ തൂക്കിയടി നമ്പർ 1 സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ വേട്ടയ്യൻ. നമുക്കറിയാം TG ജ്ഞാനവേൽ ജയ് ഭീമിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ, റാണ. അപ്പോൾ അങ്ങനെ പ്രമുഖ നടന്മാരുടെ പ്രമുഖ കാസ്റ്റിൽ വന്നൊരു സിനിമ. അനിരുദ്ധ് മ്യൂസിക്കൽ, തമിഴിലെ ബ്രാൻഡ്. ഇത്ര ഒന്നിച്ചിട്ട് പോലും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. 250 കോടിയാണ് മിക്സഡ് ടു പോസിറ്റീവ് റെസ്പോൺസ് വെച്ച് വേട്ടയ്യൻ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇട്ടത്. അത് ഗോട്ടിനേക്കാൾ 200 കോടി കുറവാണ്. 200 കോടി സൂപ്പർ സ്റ്റാറിൻ്റെ പടം. അപ്പോൾ രജനീകാന്തിൻ്റെ സ്റ്റാർഡം എക്സ്പോസ്ഡ് ആയ ഒരു നിമിഷമായിരുന്നു വേട്ടയൻ്റെ റിലീസ്. കാര്യം അതിനു മുമ്പേ ജയിലർ ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു രജനി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ അപ്പുറം കളക്ഷൻ അടിക്കാൻ രജനിക്ക് പറ്റും, ഒരു ബ്രാൻഡ് ഡയറക്ടറായിട്ട് പടം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. പക്ഷേ രജനിയുടെ സ്റ്റാർഡം ഇത്രയേ ഉള്ളൂ. ഒരു മിക്സഡ് റെസ്പോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് വന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പടം ഹെവി ലെവലിലേക്ക് കൊണ്ടുപോകാൻ രജനിക്ക് ഇനി പറ്റത്തില്ല. പക്ഷേ പുള്ളിക്ക് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ജയിലറിനെ പോലുള്ള അത്ഭുതങ്ങൾ ഇനിയും ബോക്സ് ഓഫീസിൽ ആവർത്തിക്കും. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് വരാം ഗൈസ്. തമിഴ്നാട്ടിൽ വിജയുടെ ഓപ്പണൻ്റ് ആണെന്ന് ചിലരൊക്കെ പറഞ്ഞു കിടക്കുന്ന ആരാടെ അവന്മാരുടെ പേരെന്തുവാ? തല ഫാൻസ്. അപ്പം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ മനുഷ്യൻ്റെ പടം റിലീസാകുന്ന ദിവസമാണ് പൊങ്കലും ദീപാവലി എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. തമിഴ്നാട് ഈസിക്വൽ ടു തലനാട് അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ തലനാടും പൊങ്കലും ദീപാവലിയൊക്കെ നമുക്ക് നോക്കാം. പുള്ളിയുടെ ഗോട്ടിന് ശേഷം റിലീസായ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിടാമുയർച്ചയാണ്. വിടാമുയർച്ച ആ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് കിട്ടിയിട്ടും ബോക്സ് ഓഫീസിൽ 150 കോടി പോലും ഇല്ലടെ വേൾഡ് വൈഡ്. തലനാടിനെ കൊണ്ട് അത്രേ പറ്റിയുള്ളൂ. പിന്നെ ആ പടം ഡയറക്റ്റ് ചെയ്ത മകിഴ് തിരുമേനിയാണ്. കലങ്കത്തലൈവൻ, തടം പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്ത പടമാണ്. അജിത്ത്, നമ്മുടെ അർജുൻ, തൃഷ, പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ. എന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. പിന്നെ പുള്ളിയുടെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു സിനിമയും കൂടി റിലീസായി. അത് കൊടൂര ഹൈപ്പിൽ വന്ന ഒരു ഫാൻ ബോയ് പണ്ടലാണ്. അവന്മാരൊക്കെ പറഞ്ഞത്, അതായത് അജിത്ത് ഫാൻസ് പറഞ്ഞത്, ഈ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ ഗോട്ടിനെ അല്ല ഞങ്ങൾ ലിയോനെ അടിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവന്മാർ അടിച്ചെത്രയാണെന്ന് അറിയാവുക? പോസിറ്റീവ് റെസ്പോൺസ് വന്നു, പടം റിലീസായി. ആദിക്കിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ മാർക്ക് ആൻ്റണി ചെയ്ത് വിശാലിനെ വെച്ച് 100 കോടി കയറ്റിയ ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ പടമാണ്. കൊടൂര ഫാൻ ബോയ് പടം, ഒരു സംശയമില്ല. ഞാനും പടം തിയേറ്ററിൽ കണ്ടതാണ്. രോമാഞ്ചം അറ്റ് പീക്ക് എന്ന് പറയാം. ഒരു അജിത് ഫാൻ, അതായത് ഞാനൊരു വിജയ് ഫാനാണ്, പക്ഷേ ഏതൊരു വിജയ് ഫാൻ്റെ ഉള്ളിലും ഒരു അജിത് ഫാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിജയ് ഫാനാണ് ഞാൻ. അപ്പോൾ എനിക്ക് പോലും എക്സ്ട്രീം രോമാഞ്ചം തന്ന ഒരു സിനിമയാണ്. അപ്പോൾ അജിത് ഫാൻസിനെ സംബന്ധിച്ച് പറയണ്ടല്ലോ, പോസിറ്റീവ് റെസ്പോൺസാണ് TNലും കിട്ടിയത്. എന്നിട്ട് ആ സിനിമയ്ക്ക് വേൾഡ് വൈഡ് 250 കോടി മാത്രമാണ് കളക്ഷൻ അടിക്കാൻ പറ്റിയത്. അതായത് അജിത്തിൻ്റെ ഗോട്ടിന് ശേഷം റിലീസായ 2 സിനിമകൾ പോസിറ്റീവ് മിക്സഡ് രണ്ടിൻ്റെയും കമ്പൈൻഡ് കളക്ഷൻ നോക്കിയാൽ പോലും ഗോട്ട് എന്ന് പറയുന്ന വിജയുടെ അപരാധം ലെവൽ റിവ്യൂസ് കിട്ടിയ പടത്തിൻ്റെ അത്രയും വരത്തില്ല. എന്തുവാടേ ഇത്? അപ്പോൾ ആ മനുഷ്യൻ്റെ ലെവല് അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് ഹേറ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രമുഖനിലേക്ക് വരാം. അൻപാന ഫാൻസ് റെഡിയാ? എന്തായാലും അൻപാന ഫാൻസിൻ്റെ അണ്ണൻ നടിപ്പിൻ നായകൻ ഒന്നല്ല, ഗോട്ടിന് ശേഷം 2 സിനിമകളാണ് പുള്ളി റിലീസായത്. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഡ്രീം പ്രൊജക്റ്റാണ്. ഡ്രീം പ്രൊജക്റ്റ് വിത്ത് ശിവ. ഓർക്കണേ, ഗതികേട്. ഡ്രീം പ്രൊജക്റ്റ് വിത്ത് ശിവ. 300 കോടി ബഡ്ജറ്റ്, DSP, മ്യൂസിക്കൽ, ബോബി ഡിയോളിനെയൊക്കെ കൊണ്ടുവന്നു വില്ലനായിട്ട്, കാർത്തിക് വന്ന് ഗസ്റ്റ് റോളിൽ, ബ്രഹ്മാണ്ഡ പടം. അത് പീരിയോഡിക് മൂവി, പഴയ കാലം പുതിയ കാലം. ഹോ എൻ്റെ പൊന്നെ, കങ്കുവാ അത് പറയുമ്പോൾ ചെറുതായിട്ടൊന്ന് അലറിയില്ലെങ്കിൽ ശരിയാകത്തില്ല. നമുക്കറിയാമല്ലോ, ആ പടം റിലീസായി വേൾഡ് വൈഡ് മുക്കി മൂളി 100 കോടി കയറി കഷ്ടിച്ച്. അതിനുശേഷം അണ്ണം വീണ്ടും വന്നു ബ്രാൻഡ് ഡയറക്ടർ കാർത്തിക് സുബ്രാജിൻ്റെ പടത്തിൽ. അതെങ്കിലും ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിച്ചു, ഇത് ഗംഭീര ഒരു തിരിച്ചുവരവായിരിക്കുന്നു സൂര്യയുടെ. പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അതും കഷ്ടിച്ച് മുക്കി മൂളി 100 കോടി നേടി, അത് മിക്സഡ് റെസ്പോൺസിൽ. അപ്പോൾ ഈ 2 സിനിമയുടെ കളക്ഷൻ ഞാൻ എടുത്ത് കൂട്ടി ഗോട്ടുമായിട്ട് ഞാൻ താരതമ്യം ചെയ്തില്ല. പക്ഷേ ഞാൻ ബീസ്റ്റുമായിട്ട് ചെയ്യും.
ഡിസാസ്റ്റർ റെസ്പോൺസ് കിട്ടിയപ്പോഴാണ് ബീസ്റ്റ്. ആ ഡിസാസ്റ്റർ റെസ്പോൺസ് കിട്ടിയ ബീസ്റ്റിന് പോലും ഈ 2 സിനിമകളുടെ കമ്പൈൻഡ് ഗ്രോസിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ റേഞ്ച് വേറെയാണ്. അത് വെച്ച് ഇനി സൂര്യ ഫാൻസ്, അൻപാന ഫാൻസും തല ഫാൻസും കളിക്കരുത്. പുള്ളി റിട്ടയർഡ് ആയിട്ട് പോകാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു, മറ്റേ ഇലക്ഷനും മറ്റേ രാഷ്ട്രീയമൊക്കെ ആയിട്ട്. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ പുള്ളി പോകുന്നവരെ പുള്ളി തന്നെയായിരിക്കും. അതിന് ശേഷം വേണമെങ്കിൽ ട്രൈ ചെയ്തോ, ചിലപ്പം നടക്കും. അപ്പം രജനി കഴിഞ്ഞു, സൂര്യ കഴിഞ്ഞു, തല കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനായിട്ട് വേണമെങ്കിൽ വിക്രമിനൊക്കെ പറയാം, പക്ഷെ പുള്ളിക്ക് വയ്യ, പുള്ളിനെ നമുക്ക് വിട്ടേക്കാം. കമൽഹാസൻ വയ്യെന്ന് ഇപ്പോൾ തഗ് ലൈഫിലൂടെ വീണ്ടും തെളിയിച്ചു. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആയ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ആളെ വിക്രമിലൂടെ ലോകേഷ് വളരെ മാസീവായിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം പുള്ളിക്ക് വീണ്ടും ഭ്രാന്ത് കയറി. പുള്ളി രാഷ്ട്രീയമൊക്കെ കുറച്ചങ്ങ് മാറ്റി വെച്ച് വീണ്ടും സിനിമയിൽ സജീവമാകാമെന്ന് പറഞ്ഞ് കമൽഹാസൻ വീണ്ടും മണിരത്നവുമായിട്ട് പോയി തഗ് ലൈഫ് ചെയ്തു. വീണ്ടും ഇനി പുറകോട്ട് രാഷ്ട്രീയത്തിലേക്ക് തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. ആകെ നമുക്ക് നോക്കാം. എന്തായാലും പുള്ളിനെ കൊണ്ട് ഒറ്റക്കൊരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ശിവകാർത്തികേയനെ പറയാം. പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയലാണ്. ഇപ്പം ടയർ 1 കയറിയിട്ടില്ല, പക്ഷേ ടയർ 1 കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. പുള്ളിയുടെ പടം അമരൻ വേൾഡ് വൈഡ് 330 കോടിയാണ് അടിച്ചത്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. കാര്യം ഒന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടാണ്, എങ്കിലും ശിവകാർത്തികേയൻ്റെ പടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി വേറെ ലീഗിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ള സ്റ്റാർഡം എന്ന് പറയുന്നത് അതൊന്നുമല്ല. പുള്ള സ്റ്റാർഡം എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു മിക്സഡ് റെസ്പോൺസിൽ ഒരു പടം വന്ന് പുള്ളിക്ക് 100 കോടി അടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അക്കാര്യത്തിൽ ഞാൻ സൂര്യനെ വൈദ്യനെയൊക്കെ ഇപ്പോഴും കൈയടിക്കും. കാര്യം ഈ ഒരു അവസ്ഥ നിന്നിട്ടും സൂര്യയ്ക്ക് ഇപ്പോൾ ഈ 2 സിനിമ 100 കോടിക്ക് മുകളിൽ കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. പുള്ളിയുടെ സ്റ്റാർഡം എങ്ങും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. പക്ഷേ പോസിറ്റീവ് റെസ്പോൺസ് എല്ലാം ഒത്തിണങ്ങിയ ഒരു സിനിമ വരികയാണെങ്കിൽ തകർക്കും. പുള്ളിക്ക് അതുപോലെ കംബാക്ക് കിട്ടട്ടെ. കളിയാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വാദങ്ങളുണ്ടായിരുന്നു. ഗോട്ട് റിലീസായി ഇത്രയും കളക്ഷൻ കിട്ടി, അപരാധന റിവ്യൂസ് വെച്ച് കളക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും അതിനെപ്പോലും ഏതെങ്കിലും ഒരു സിനിമ ഒന്ന് ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ അത് നടന്ന് കണ്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റഡ് ടു തളപതി വിജയ് ആൻഡ് തളപതി വിജയ് ഫാൻസ്. അപ്പം എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. തഗ് ലൈഫ് എന്ന് പറയുന്ന ഇന്നലെ റിലീസായ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇനി എന്തായാലും സൂര്യ ഫാൻസും അജിത്ത് ഫാൻസും രജനി ഫാൻസൊന്നും വന്ന് തെറി പറയരുത്. ഞാൻ പറഞ്ഞേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ബൈ ബൈ.